ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നിധിക്ക് ജോലി കിട്ടുകയാണ്. ജോലി കിട്ടിയ സന്തോഷത്തിൽ നിധി ഓടി വന്ന് കാറിലിരുന്ന് അവിടെ ഇരിക്കുന്ന ഗണപതി വിഗ്രഹത്തെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴും നമ്മുടെ സുധീഷ് കാറിലിരുന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ സുധീഷ് നിധി കയറിയത് കണ്ടപ്പോഴത്തേക്ക് ജോലിയൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞോ എന്ന് ചോദിക്കും. ഇൻ്റർവ്യൂ കഴിഞ്ഞു, ജോലിയും കിട്ടി. ജോലി കിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഘട്ടമൊന്നുമില്ലേ? എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കി ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല, ഗോൾഡ് മെഡലിസ്റ്റാന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം ഫ്രഷ് അപ്പോയിൻമെൻ്റ് ഇല്ലേ, നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞെന്ന് പറയും. ഇതിക്കങ്ങ് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയും. അതിനുശേഷം രണ്ടുപേരും കൂടി എനിക്ക് ഈ വിവരം ആദ്യം പറയേണ്ടത് സുഭാഷ് ചേട്ടനോടാണെന്ന് പറയും. നമുക്ക് നേരെ സുഭാഷ് ചേട്ടൻ വർക്ക് സൈറ്റിലോട്ട് പോകാമെന്ന് പറയും. അതിനെന്താ നിങ്ങൾ സുധീഷ് നിധിയെയും കൂട്ടിക്കൊണ്ട് സുഭാഷിൻ്റെ സൈറ്റിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ സുഭാഷിനെ വിളിക്കുന്നുണ്ട്. സുഭാഷ് വരികയാണ്. ആ സമയത്ത് പറയും, എന്താ നമ്മുടെ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി സുഭാഷ് ചേട്ടാ, നാളെ തൊട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞെന്ന് പറയും. ഇത്ര പെട്ടെന്ന്? ഞാൻ ഫ്രഷ് അപ്പോയിൻമെൻ്റ് ഇല്ലേ, അതുകൊണ്ട് വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചൊന്നുമില്ല, നാളെ തൊട്ട് ജോയിൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. പുതിയ കമ്പനിയാണെന്ന് പറയും. എന്തായാലും നമുക്ക് സന്തോഷമായല്ലോ എന്നൊക്കെ പറയും. ആ സമയത്താണ് അവിനാഷ് അങ്ങോട്ട് വരുന്നത്. അവിനാഷിനുള്ള ഫുഡുമായിട്ട് ആ സമയത്ത് നമ്മൾ ചാന്ദിനിയും വരുന്നുണ്ട്. ചാന്ദിനിയെ കണ്ടതും ഇങ്ങനെ നിധി ഇങ്ങനെ നോക്കുകയാണ്. ഇത് ചാന്ദിനി അവിനാഷിൻ്റെ സഹോദരിയാണെന്ന് പറയും. കുട്ടി ബ്യൂട്ടീഷ്യൻ കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ ജോലി എന്തെങ്കിലും അന്വേഷിച്ച് വന്നതാണെന്ന് പറയും. അങ്ങനെ സംസാരിക്കുകയാണ്. നിധിക്ക് ഹിന്ദി കുറച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല, എങ്കിലും പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പറയും, ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ അനിയൻ്റെ വൈഫാണ്, പേര് നിധി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നതാണ്, ഇപ്പോൾ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷം അറിയിക്കാൻ വന്നതെന്ന് പറയും. എന്നൊക്കെ പറയും. അങ്ങനെ ചാന്ദിനി മനസ്സിലാലോചിക്കും, അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് പിന്നെന്താ സുഭാഷ് ചേട്ടൻ വിവാഹം കഴിക്കാത്തതെന്ന ചോദ്യം ചാന്ദിനിയുടെ മനസ്സിലുണ്ടാകും. അതിനുശേഷം അവർ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിലെല്ലാവരോടും കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം നികേഷുമായിട്ട് ചെറിയൊരു പർച്ചേസിനായിട്ട് പോവുകയാണ്. കുറേ നേരം കഴിഞ്ഞിട്ട് അവരെ കാണാത്തപ്പോഴത്തേക്കും നമ്മുടെ സുധീഷിന് നല്ല ടെൻഷനാണ്. എന്തായിരിക്കും ഇത്രയും നേരമായിട്ടും കാണാത്ത? അത് നികേഷുമായിട്ട് പോയേക്കോലി, അവരിപ്പോൾ അതൊക്കെ സംസാരിച്ചൊക്കെ വരുമെന്ന് പറയും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിധിയുടെ കൈ കുറച്ച് കവറൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. ആദ്യം ഭാസ്കരനാണ് ഒരു നല്ല വില കൂടി ബ്രാൻഡഡ് ഷർട്ടും മുണ്ടും കൊണ്ട് കൊടുക്കും. ഭാസ്കരനൊക്കെ ഭയങ്കര സന്തോഷമാവും. അതിനുശേഷം സുഭാഷിന് കൊടുക്കും, നികേഷിന് കൊടുക്കും, ഹരീഷിനും കൊടുക്കും. ഹരീഷിന് ടീഷർട്ടും നല്ലൊരു ഷർട്ടും പാൻറ്റും ഒക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്. അത്രയും വില കൂടിയ ടീഷർട്ടൊന്നും ഹരീഷ് അങ്ങനെ ഉപയോഗിക്കത്തോലുമില്ല. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുമ്പോഴും നമ്മുടെ സുധീഷൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ നികേശ്വരൻ കണ്ടോ സുഭാഷ് ചേട്ടാ, 1500 ഷർട്ട്, 1500 ഷർട്ടോ, എന്തിനാ മോൾ ഇത്രയും വില കൂടി ഷർട്ടൊക്കെ മേടിച്ചത്? അതിനെന്താ സുഭാഷ് ചേട്ടാ, നല്ല ഷർട്ടൊക്കെ ഇടണ്ടേന്ന് പറയും. കണ്ടില്ലേ, സുഭാഷ് ചേട്ടാണെങ്കിൽ ഈ പൈസയ്ക്ക് 3 ഷർട്ട് മേടിച്ചതെന്ന് പറയും. അങ്ങനെ പിന്നെ അല്ലാതെ ഇത്രയും വില കൂടി ഷർട്ട് ഒരു ദിവസത്തേക്ക് എന്തിനാണ് ഇങ്ങനെ മേടിക്കുന്നതെന്ന് പറയും. സുഭാഷ് ചേട്ടാ, വില കൂടിയ സാധനങ്ങൾക്ക് നമ്മൾ നല്ല സാധനങ്ങൾ വില കൊടുത്ത് തന്നെ മേടിക്കണമെന്ന് പറയും. ശരി ആയിക്കോട്ടെ, എന്നാലും എനിക്ക് ഇത്രയും വില കൂടി ഒന്നും വേണ്ടായിരുന്നല്ലോ മോളെ, ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ എന്തിനാ എനിക്ക് ഇത്രയും വില കൂടി ഡ്രസ്സ്, എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാലോ സുഭാഷ് ചേട്ടാന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, എനിക്കൊന്നും മേടിച്ചില്ലേ? അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. സർട്ടിഫിക്കറ്റ് തിരികെ വാങ്ങിച്ചു തരാനും ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകാനും ഒക്കെ ഞാൻ വേണം, ഡ്രസ്സ് എടുക്കുന്ന സമയമായപ്പോൾ എന്നെ മറന്നില്ലേ എന്നൊക്കെ പറഞ്ഞൊരു പരിഭവ രൂപേണ സുധീഷ് പറയും. അപ്പോൾ എല്ലാവരും ഒക്കെ ചിരിക്കുന്നുണ്ട്. ഞാൻ മറന്നുപോയി, ഇനി ഓർക്കുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞ് നിധിയും അകത്ത് കയറിപ്പോവും. കുറച്ച് കഴിഞ്ഞിട്ട് നിധി അകത്തുനിന്നൊരു പാക്കറ്റ് കൊടുത്തുകൊണ്ട് വരും. ഇത് സുധീഷിനാന്ന് പറയും. എനിക്കോ? നോക്കുമ്പോൾ സുധീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, സുധീഷിൻ്റെ ഫേവറേറ്റ് കളറിലുള്ള ഷർട്ട് എടുത്ത് കൊടുക്കും. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണല്ലോ, ഇതെങ്ങനെ നിധിക്ക് മനസ്സിലായി? അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അതാ എനിക്ക് തോന്നി, എൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കാറായോ എന്നൊരു സംശയം എനിക്കുണ്ട്. വേണ്ട എന്ന് പറഞ്ഞ് ഷർട്ടൊക്കെ നോക്കും. ഇഷ്ടപ്പെട്ടോ? പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട കളറല്ലേ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയും. അങ്ങനെ അന്നത്തെ രാത്രിയും കഴിയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നിധി ഇൻ്റർവ്യൂവിനൊക്കെ പോകാനായിട്ട് റെഡിയാവുകയാണ്. അങ്ങനെ നിധി നല്ല സ്റ്റൈലിനൊരു സാരിയൊക്കെ ഉടുത്ത് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വരികയാണ്. നിധിയെ കാണുന്നതും സുധീഷ് ഇങ്ങനെ നോക്കുകയാണ്, ഇത്ര സുന്ദരിയാണോ എൻ്റെ ഭാര്യ? ഇവർക്ക് ഓരോ ദിവസം കഴിയുന്നതുകൊണ്ട് ഭംഗി കൂടി വരികയാണ്. അങ്ങനെ സുധീഷ് ഇങ്ങനെ നിധിയെ തന്നെ നോക്കി നിൽക്കണം. അപ്പോൾ ഹരീഷ് പറയും, എന്തുവാ? ഞാൻ നിധിയെ ഇങ്ങനെ ചുമ്മാ നോക്കിയാന്ന് പറയും. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരും. മോള് ഫുഡ് കഴിച്ചിട്ട്? അയ്യോ സമയമില്ല സുഭാഷ് ചേട്ടാ, അത് പറ്റത്തില്ല, ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി, ഉച്ചയ്ക്ക് ലഞ്ച് ഇതൊക്കെ എപ്പോഴാണെന്ന് കരുതിയാൽ മോൾ കഴിക്കുന്നതെന്ന് നിർബന്ധിപ്പിച്ച് ഫുഡൊക്കെ കഴിക്കും. അതിനുശേഷം ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ബാഗിലൊക്കെ വെച്ച് കൊടുക്കും. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഭാസ്കരൻ അവിടെ ഇല്ല, ഭാസ്കരൻ പുറത്തോട്ട് പോയേക്കുവാണ്. അച്ഛൻ പുറത്തോട്ട് പോയാൽ നമ്മളിപ്പോൾ വരുത്തേ ഉള്ളതെന്ന് പറയും. അച്ഛൻ അനുഗ്രഹം മേടിക്കാനാണെന്ന് പറയും. അങ്ങനെ നികേഷുമൊക്കെ വരികയാണ്. ആ സമയത്ത് സുധീഷാണ് നിധിയെ ആദ്യമായിട്ട് ജോലിക്ക് കൊണ്ടുപോകാനായിട്ട് സുധീഷ് പറയും, ഞാൻ ഇന്ന് കൊണ്ടുവിടാമെന്ന് പറയും. ശരി, എങ്കിൽ നീ മോളെ കൊണ്ടുവിടാൻ പറയും. ആ സമയത്ത് നികേഷ്, ഇടത്തിൽ പോവല്ലേ. അങ്ങനെ പോയി നികേഷ് അകത്ത് പോയി പേന എടുത്തുകൊണ്ട് വരും. ഇതെനിക്ക് ഏറ്റവും ലക്കുള്ള പെന്നാണ്, ഞാൻ ഈ പേന കൊണ്ട് എന്നും ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്, അന്നൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു, ഏട്ടത്തി ഇന്നത്തെ ദിവസം പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പേന കൊണ്ട് കൊടുക്കും. അതിനുശേഷം കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയും. ഹരീഷൊക്കെ വിഷ് ചെയ്യും.
ആ സമയത്ത് സുധീഷ് മാത്രം ഒന്നും ചെയ്യത്തില്ല. നീ എന്താടാ മോൾക്കൊരു കൺഗ്രാറ്റ്സ് പോലും പറയാത്ത? ഏയ് അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സുധീഷ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഭാസ്കരൻ്റെ അടുത്ത് അനുഗ്രഹമൊക്കെ ചോദിക്കും. അങ്ങനെ അനുഗ്രഹം കൊടുത്തതിന് ശേഷം നികേഷ് അകത്തുനിന്ന് പോയി കുറച്ച് പടക്കമൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങ് പൊട്ടിക്കുകയാണ്. ഭയങ്കര പൊട്ടിയങ്ങ് ഇരിക്കപ്പോഴത്തേക്ക് ലളിത ശബ്ദം കേട്ടുകൊണ്ട് ഇങ്ങോട്ട് ഓടി വരും. എന്തോ ഇവിടെ നാട്ടുകാർക്കൊന്നും കിടന്നുറക്കണ്ടായോ, കുറേ പടക്കം പൊട്ടിപ്പോൾ ആഘോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാസ്കരൻ പറയും, എടി നിനക്ക് പടക്കത്തിൻ്റെ ശബ്ദം അലർജി ആണെന്നുള്ളത് നീ വീട്ടിനകത്ത് ഒരു കഥ അടച്ചിരിക്കണം. ഇന്നേ എൻ്റെ മരുമോൾ ജോലിക്ക് പോകുന്ന ദിവസം അവൾക്ക് ഇൻ്റർവ്യൂവിൽ ജയിച്ച് അവളിന്ന് ജോലിക്ക് പോകാൻ പോകും. അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ചിലപ്പോൾ അവിടെ കിടന്ന് പാട്ട് പാടും, ചിലപ്പോൾ ഡാൻസ് കളിക്കും. അതൊക്കെ നീ എന്തിനാ നോക്കാൻ പോകുന്നത്? ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇഷ്ടമുള്ള ചെയ്യുമെന്ന് പറയും. നിനക്ക് ഇഷ്ടമല്ല നീ ചെവിയും പൊത്തി ഇറങ്ങി പോകാൻ പറയും ഇവിടുന്ന്. അപ്പോഴത്തേക്ക് പറയും, എന്തിനാ നികേഷ് ഇപ്പോൾ പടക്കമൊക്കെ പൊടിച്ചത്? അത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയില്ലേ ഏട്ടാ എന്ന് പറയും. ശരി അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ നിധിയെയും കൂട്ടിക്കൊണ്ട് സുധീഷ് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിലൊക്കെ പാസ്സായി. ഫസ്റ്റ് ദിവസം ജോയിൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിധി ജോലിയെല്ലാം കഴിഞ്ഞ് നിധി പുറത്തിറങ്ങുകയാണ്. ആ സമയത്ത് നിധി നടന്നു വരുന്ന സമയത്ത് നിധി വേറൊരു ചേച്ചിയുമായിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഒരു നോർത്ത് ഇന്ത്യൻ ലേഡിയാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാന്ദിനിയുടെ കണക്കുള്ള ഡ്രസ്സിങ് കണ്ടിരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ബാഗൊക്കെ താഴെ പോകും അവരുടെ കയ്യിലിരിക്കുന്നത്, സഞ്ചിയൊക്കെ. അങ്ങനെ പെട്ടെന്ന് നിധി ഇങ്ങനെ കുനിഞ്ഞിരുന്ന് അതെല്ലാം എടുത്ത് കൊടുക്കും. നിധിയുടെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ തൈ തട്ടിയത്. അങ്ങനെ നിധി അതെല്ലാം പറക്കിയിട്ട് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പരിചയമുള്ളൊരു മുഖം കണക്ക് തോന്നും. അങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുമ്പം മുമ്പ് നമ്മുടെ ഇഞ്ചക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റിയ പാത്രങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു പെട്ടി കിട്ടിയായിരുന്നു. ആ പെട്ടിക്കകത്തോടെ നികേഷിൻ്റെ അമ്മയുടെ അതേ സാമ്യമുള്ളൊരു സ്ത്രീ ആയിരുന്നു അവരെ കണ്ടു കഴിഞ്ഞാൽ. അവരെ കുറേ നേരം നിധി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു സ്ത്രീയെ കണ്ടു. പക്ഷേ അവരെ കണ്ടാൽ നികേഷിൻ്റെ അമ്മയുടെ കണക്ക് നല്ല മുഖസാമ്യമുണ്ട്. അവർ നോർത്തിലാണോ അച്ഛാ, അതോ അവർ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടോ എന്നൊക്കെ ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ പറയും, എനിക്കറിയത്തില്ല, അച്ഛനറിയാം, അച്ഛൻ ഞങ്ങളോട് പറയാത്തേ, സത്യം പറയാച്ചാൽ നികേഷിൻ്റെ അമ്മ ഇവിടെ എവിടെ ഉള്ളതെന്ന് ചോദിക്കും. എനിക്കറിയത്തില്ലെന്നില്ലേ നിന്നോട് ഞാൻ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ ഭാസ്കരൻ നിധിയുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ അവിടംവരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി നിധി തന്നെ ഭാസ്കരനിൽ നിന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നികേഷിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അവർ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം ഭാസ്കരൻ തന്നെ നിധിയോട് പറയാം. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥകളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.